ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. സമരേഖ എന്ന നോവലിൻ്റെ 10ാമത്തെ അധ്യായത്തിലേക്ക്. പ്രകാശിനെ പോലീസ് പിടിച്ചു, അതും കൊലക്കുറ്റത്തിന്. കൈപ്പറ്റൂരുള്ള ഒരു ദാസപ്പനാണ് ഹൈദരാബാദിലെ പണി പിടിച്ചത്. അയാളവിടെ കോൺട്രാക്ടറാണ്. വീടുകളുടെയും ഫർണിച്ചറുകളുടെയും വർക്കുണ്ട്. പകൽ പണിയുന്നത് കൂടാതെ രാത്രിയിൽ കൂടി ചെയ്താൽ ഓവർ ടൈം കൂലി കൂടുതൽ കിട്ടും. മൊത്തം ഒരു ദിവസം 500-600 ഇടയിൽ പണി കിട്ടത്തക്ക വിധത്തിൽ പണിയാൻ പരിശ്രമിയായിരുന്നു ഒരാൾ. അതൊരു ചാകരക്കൊയ്ത്ത് പോലെ തോന്നി പ്രകാശിന്. ഇപ്പോഴുള്ളത് ഒരു ഒറ്റമുറി പുരയാണ്. നിന്ന് തിരയാൻ ഇടവില്ലാത്ത ഒരു അടുക്കളയും അത് പലകടിച്ചതുമാണ്. അവിടെയാണ് സരസുവും ഭർത്താവും 3 മക്കളും ഇന്നോളം കഴിഞ്ഞത്. അതിനിടയിൽ വീണ്ടും ഒരു പുതുജീവിതം തുടങ്ങാൻ പ്രകാശിന് കഴിയില്ല. വീട് പുതുക്കി പണി ചെയ്ത് കഴിഞ്ഞിട്ട് മതി വിവാഹം എന്നവൻ കരുതാനുള്ള പ്രധാന കാരണം അതാണ്. ഹൈദരാബാദിലേക്ക് പോയത് 12 പണിക്കാരാണ്. കൂട്ടുപണിക്കാർ മിക്കവരും ഭാര്യയും കുഞ്ഞുങ്ങളും ഉള്ളവരാണ്. അവരൊക്കെ 1-2 മാസം കഴിയുമ്പോൾ നാട്ടിലേക്ക് പോരും. ഒരാഴ്ച കഴിയുമ്പോൾ മടങ്ങും. പോകുമ്പോൾ കുറച്ച് പണം അവർ ദാസപ്പനോട് വാങ്ങുകയും ചെയ്യും. ബാക്കി തുക ഒരു വർഷം കഴിയുമ്പോൾ പണി തീർത്ത് പോരുന്ന അവസരത്തിൽ ദാസപ്പൻ കണക്ക് നോക്കി തരും. പ്രകാശിനിടയ്ക്ക് നാട്ടിലേക്ക് പോകുന്നതേ ഇല്ല. ഇടയ്ക്ക് പണം വാങ്ങി തീർക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ്. ഇടയ്ക്ക് പോന്നാൽ വണ്ടിക്കൂനീളത്തിൽ കുറേ പണം പോകും. വീട്ടിൽ വന്നിട്ട് പോകുമ്പോൾ കുറച്ചെങ്കിലും പണം അമ്മയുടെ കയ്യിൽ കൊടുക്കേണ്ടേ. 2 ഒഴിവാക്കിയേ തീരൂ എന്ന കണക്ക് കൂട്ടിയതുപോലെ കാര്യങ്ങൾ നടക്കുള്ളൂ. ഇല്ലെങ്കിൽ വീട് പണിയും നടക്കില്ല, വിവാഹം നടക്കില്ല. ധൃതി കൂട്ടിക്കൊണ്ടുള്ള ദീപയുടെ കത്തുകൾ ഇടയ്ക്കിടെ അവന് കിട്ടുന്നുണ്ട്. കാണാതിരിക്കാൻ അവൾക്ക് വയ്യത്രേ. പണി തീർത്ത് മടങ്ങുമ്പോൾ ഒരുമിച്ച് കണക്ക് തീർത്ത് തനിക്ക് പണം തന്നാൽ മതിയെന്ന് പ്രകാശൻ ആദ്യം തന്നെ ദാസപ്പനോട് പറഞ്ഞിട്ടുണ്ട്. അയാൾ സമ്മതിച്ചിട്ടുണ്ട്. ഏതാണ്ട് 10 മാസങ്ങളോളം പിന്നിട്ടു. ഒരു ദിവസം ദാസപ്പനെ കാണാനില്ല. ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു. നാട്ടിലേക്ക് പോയ ദാസപ്പൻ തിരികെ വന്നില്ല. ഫോണിൽ പോലും ആരെയും വിളിക്കുന്നില്ല. അങ്ങോട്ട് വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. പണിക്കാരാകെ വരണ്ടു. ദാസപ്പൻ വരാത്തന്നെ ചിലവിന് പോലും ആരുടെ കയ്യിലും പണമില്ലാതായി. അവരവരുടെ കയ്യിലുണ്ടായിരുന്ന വാച്ചും മോതിരവും വിറ്റ് ഒടുവിലവർ നാട്ടിലെത്തി. അവരൊരുമിച്ച് ദാസപ്പനെ തേടി. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കിട്ടിയത്. 12 പണിക്കാരെ പറഞ്ഞ് മോഹിപ്പിച്ച് അക്കരപ്പച്ച കാട്ടി അന്യനാട്ടിലേക്ക് കൊണ്ടുപോയി കഷ്ടപ്പെടുത്തിയിട്ട് കിട്ടിയ പണം അപഹരിച്ചു. 5 സെൻറ്റ് ഒരു കൂരയും മാത്രമാണ് ഉണ്ടായിരുന്നവൻ ഇപ്പോൾ 1/2 ഏക്കർ സ്ഥലവും ഒരു വലിയ വീടും സ്വന്തമാക്കി. അതും ഭാര്യയുടെ പേരിൽ. വിയർപ്പൊഴുകി പാടുപെട്ടവനൊന്നുമില്ല. കണക്ക് പ്രകാരം പ്രകാശിന് 1.25 ലക്ഷത്തോളം രൂപ കിട്ടണം. ആ സ്ഥാനത്ത് വട്ടപ്പൂജം. പ്രകാശിൻ്റെ പെരുവിരൽ മുതൽ പെരുത്തു കയറി. തൽക്കാലം പണമില്ല, ദാസപ്പൻ അങ്ങനെ പറഞ്ഞു. മറ്റുള്ളവർ വിടുവോ? വാക്കേറ്റായി, ഉന്തും തള്ളുമായി, അടിയായി. അതിനിടയിൽ പുത്തൻ വീട്ടിൽ വരാന്തയിൽ കിടന്നിരുന്ന കസേര വലിച്ച് പ്രകാശൻ ദാസപ്പൻ്റെ തലക്കടിച്ചു. ദാസപ്പൻ താഴെ കിടന്നങ്ങ് പിടച്ചു. തലയോട് പൊട്ടിപ്പോയിരുന്നു. ആ ചലനം നിലച്ചു. അയാളെ കൊല്ലണമെന്ന് 12 പേർക്കും തോന്നിയതാണ്. അത്രയ്ക്ക് ക്രൂരമായ ചതിയാണ് അവൻ ചെയ്തത്. 12 കുടുംബങ്ങളുടെ പ്രതീക്ഷകളാണ്, തീരാനിരുന്ന പ്രശ്നങ്ങളുമാണ് അയാളെ ചവിട്ടി തകർത്തത്. നാട്ടിൽ മരപ്പണിക്കുറവായതിൻ്റെ പേരിൽ വീട് പുലർത്താൻ വേണ്ടി അന്യനാട്ടിൽ പോയി മഞ്ഞും വെയിലും സഹിച്ച് രാവും പൗരും കഷ്ടപ്പെട്ടവരാണവർ. ദാസപ്പൻ ഇങ്ങനെയൊരു ചതി ചെയ്യുമെന്ന് അവരാരും തന്നെ കരുതിയിരുന്നല്ല. ഒരാശാരി ഇത്ര ക്രൂരമായിട്ട് മറ്റാശാരിമാരെ ചതിക്കുമോ? അതും ഇത്രയും വലിയ കൊലച്ചതി. കയ്യിൽ പണം കുമിഞ്ഞുകൂടിയപ്പോൾ അന്യൻ്റെതെന്നോർക്കാതെ സ്വന്തം കാര്യങ്ങൾ മാത്രം ദാസപ്പൻ നോക്കി. അയാൾക്കിപ്പോൾ നഷ്ടമായതോ സ്വന്തം ജീവൻ തന്നെ. പ്രകാശൻ ജയിലിലുമായി. വടക്കേടത്ത് വന്ന് വിവരം പറഞ്ഞത് പ്രകാശിൻ്റെ അനിയൻ പ്രസാദ്. വീട് ഒരു സ്തംഭനാവസ്ഥയിലായി. ദീപ വലിയ വായിലെ നിലവിളിച്ചു. കൊച്ചുമാന് സംഭവിച്ച ദുരന്ത വാർത്ത അറിഞ്ഞ് വീടെടുക്കുന്ന കരയുകയായിരുന്നു ഭാർഗവി. വല്യമ്മച്ചിക്കരികിൽ ചലനശേഷി നഷ്ടപ്പെട്ട് അമ്മാളു വരുന്നു. ദൈവം ഈ കുടുംബത്തിന് മേലെ ഇങ്ങനെ വീണ്ടും വീണ്ടും ദുരന്തത്തിൻ്റെ തീ കോരിയിടുന്നത് എന്തിനാണ്? അമ്മാളു മേൽപോട്ട് നോക്കി സങ്കടപ്പെട്ടു. പണി കഴിഞ്ഞു വന്ന തുളസി അവർക്ക് നടുവിൽ നിന്നുപോയി, അനങ്ങാനാവാതെ. അത്രയ്ക്ക് ഷോക്കുണ്ടായിരുന്നു ആ വാർത്ത. എന്തു ചെയ്യണമെന്നറിയാതെ തളർന്നുപോയി തുളസി. ദീപയ്ക്ക് വേണ്ടിയാണ് പണയത്തിലായിരുന്നു സ്വർണ്ണം അടുപ്പിച്ചത്. അല്പം കൂടി സ്വർണ്ണം ഉണ്ടാക്കുകയും ചെയ്തു. ശ്രീധനപ്പണമായി സരസ്വതി അപ്പച്ചി പറഞ്ഞ പണമായിട്ടില്ല. 2 മാസം കൂടി ഉണ്ടല്ലോ സമയം. അപ്പോഴേക്ക് എങ്ങനെയും ഒരു ലോൺ എടുക്കാം, പിന്നെ വീട്ടിയാൽ മതിയല്ലോ. ആ കണക്കുകൂട്ടലായിരുന്നു തുളസിയും. മാത്രമല്ല, ദീപയുടെ കാര്യം നടന്നാൽ അതൊരു വലിയ ആശ്വാസം തന്നെയായിരുന്നു. വടക്കേടത്തെ അന്തരീക്ഷത്തിന്. പിന്നെ തൻ്റെ കാര്യം വല്യമ്മച്ചി പറഞ്ഞ പോലെ തനിക്കായിട്ട് ജനിച്ചവൻ വരുന്നവരെ കാത്തിരിക്കാമല്ലോ.
തിരക്കില്ലാത്തത് തന്നെ. അത് സാരമുള്ളതല്ല. പക്ഷേ ഇതെല്ലാ കണക്കൂട്ടിലും തെറ്റിയിരിക്കുന്നു. ഇനി ഒരുവിധം മൂന്നി കരക്കടുപ്പിക്കാൻ ശ്രമിക്കവേ ആരോ ഉന്തി വിട്ടിരിക്കുന്നു. നടുകടലിലേക്ക് തൻ്റെ തോണി തുളസിക്ക് കരച്ചിൽ വന്നുപോയി. ചേച്ചി, എൻ്റെ പ്രകാശേട്ടൻ. തുളസിയെ കെട്ടിപ്പിടിച്ച് ദീപ നിലവിളിച്ചു. എനിക്കൊന്ന് കാണണം ചേച്ചി, പ്രകാശേട്ടനൊന്ന് കാണണം, ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും ചേച്ചി. എന്ത് ചെയ്യണമെന്ന് തുളസിക്ക് ആദ്യം ഒരു പിടിയും കിട്ടിയില്ല. പിന്നെ കരുതി, താൻ കൂടി തളർന്നു പോയാൽ എന്തു ചെയ്യും? തുളസി പിറ്റേന്ന് തന്നെ പണിസ്ഥലത്തേക്ക് പോയില്ല. പകരം പ്രകാശിൻ്റെ വീട്ടിലേക്ക് പോയി. ചന്ദ്രമാവൻ മൂക്കറ്റം കുടി കഴിഞ്ഞ് മുറ്റത്ത് കുത്തിയിരിപ്പുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പോകാനോ പ്രകാശിനെ പുറത്തെടുക്കാനോ ശ്രമിക്കുന്നതിന് പകരം ആ ഇരിപ്പാണ്. അതിലപ്പുറമൊന്നും അയാൾക്കാവില്ല. സരസ്വപ്പച്ചി ബോധം കെട്ട മട്ടിൽ വീട്ടിനുള്ളിൽ കിടപ്പുണ്ട്. കരയുന്നു, ഇടയ്ക്കിടയ്ക്ക് ഓരോന്നോ പറയുന്നു, നെഞ്ചിൽ തല്ലുന്നു. ഇളയ കുട്ടികൾ പ്രസാദും അനിലും സങ്കടപ്പെട്ട അമ്മയ്ക്കരികിലുണ്ട്. തുളസിയെ കണ്ടതോടെ സരസു നെഞ്ചിൽ ആഞ്ഞാഞ്ഞടിച്ചു. എൻ്റെ കുഞ്ഞു പോയടി തുളസി, എനിക്കിനി അവനെ കിട്ടത്തില്ലടി. അവരവനെ തൂക്കിക്കൊല്ലുള്ളടി തുളസി. അയ്യോ, എനിക്ക് വയ്യായേ. സരസു കരഞ്ഞു തളർന്നു. എന്തു പറഞ്ഞവരെ സമാധാനിപ്പിക്കണം എന്ന് പോലും തുളസിക്കറിയില്ലായിരുന്നു. കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം തുളസി പറഞ്ഞു, നമുക്ക് ദാമു വലിയച്ഛനോടൊന്ന് പറയാം അമ്മച്ചി. വലിയച്ഛൻ വിചാരിച്ചാൽ പ്രകാശനെ പുറത്തിറക്കാൻ കഴിയുമല്ലോ. വേണ്ട തുളസി ചേച്ചി, പ്രസാദ പറഞ്ഞു. ഞാൻ വല്യമ്മാവനോട് പോയി പറഞ്ഞതാ. എന്നിട്ട് വല്യമ്മാവൻ ഇവിടെ നിന്ന് വന്നുപോലുമില്ല ചേച്ചി. തുളസിക്ക് സങ്കടവും അമർഷവും സഹിക്കാൻ കഴിഞ്ഞില്ല. കഷ്ടം. അവൾ നെഞ്ചിൽ കൈവച്ച് പോയി. എന്താവശ്യത്തിനും വല്യച്ഛൻ്റെ അടുത്ത് ഓടിയെത്തുന്നവനായിരുന്നു പ്രകാശൻ. എന്നിട്ടൊരാപത്ത് വന്നപ്പോൾ കണ്ടില്ലേ തുളസി, എനിക്കെന്നെ കുഞ്ഞിനെ തൂക്കിക്കൊല്ലുന്നതിന് മുൻപേ ഒന്ന് കാണണം. കാണാൻ പറ്റൂടി. സരസ്വം നിലവിളിച്ചു. തൂക്കിക്കൊല്ലൊന്നുമില്ല അപ്പച്ചി, തുളസി പറഞ്ഞു. ഈ അമ്മ ഇത് തന്നെ പറയുന്നത്, അനിൽ കുറ്റപ്പെടുത്തി. അപ്പച്ചി, പോലീസ് സ്റ്റേഷനിലേക്ക് ഞാൻ കൊണ്ടുപോകാം, തുളസി പറഞ്ഞു. അവിടെ ഒരു ഓട്ടോറിക്ഷ പിടിച്ചു. സരസ്വനെ അതിനുള്ളിൽ കയറ്റിയിരുത്തി. പോകുന്ന വഴിക്ക് ദീപയും കയറ്റി. പോലീസ് സ്റ്റേഷനിലെത്തി. എസ് ഐയോട് കാര്യം പറഞ്ഞു. പ്രകാശനെ കാണാൻ അവർക്ക് അനുവാദം കിട്ടി. ലോക്കപ്പിൽ കിടക്കുകയായിരുന്നു പ്രകാശൻ. എല്ലാ വൈരവും അയാളെ കൊന്നതോടെ തീർന്നു. ഇപ്പോൾ മുന്നിൽ കാണുന്ന ദുരന്തത്തിനെ നേരിടാൻ പോലും ആകാത്ത വിധം തളർന്നു കിടക്കുകയാണ് അവൻ. എൻ്റെ മോനെ, സരസ്വപ്പച്ചി ഉറക്കെ നിലവിളിച്ചു. എൻ്റെ പൊന്നുമോനെ, അമ്മയ്ക്കിത് കാണാൻ വയ്യടാ. ലോക്കപ്പിനിൽ നിന്നും പ്രകാശനും വിങ്ങിക്കരഞ്ഞു. അമ്മയ്ക്കരികിൽ നിൽക്കുന്ന ദീപ, ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് തനിക്കായിട്ട് കാത്തിരിക്കുന്നവൾ. അവളുടെ കണ്ണീരണിഞ്ഞ നിൽപ്പ്, തൻ്റെയും ദീപയുടെയും സ്വപ്നങ്ങൾക്ക് കതിർവെക്കാൻ സ്വയം വഴിമാറിക്കൊണ്ട് തങ്ങൾക്ക് വെള്ളവും വളവും തരാൻ മുന്നോട്ടിറങ്ങി തുളസി. എല്ലാം പോയി, എല്ലാം. ഇനി ബാക്കിയൊന്നുമില്ല. പോലീസ് തന്നെ വെറുതെ വിടുമോ? കോടതി വെറുതെ വിടുമോ? ഒരു കയറിൻ തുമ്പിൽ ഉടങ്ങാനാണോ തൻ്റെ വിധി? പ്രകാശൻ്റെ കണ്ണുകളിൽ ഇരുട്ട് കയറി. അവൻ കണ്ണുകൾ ഇറുക്കെ പൊട്ടി. പിറ്റേ ദിവസം തുളസി പണിസ്ഥലത്തേക്ക് പോകാനിറങ്ങി. ചേച്ചി, ദീപ തുളസിക്ക് മുമ്പിൽ കണ്ണീരോടെ നിന്നു. എന്താ മോളെ? തുളസി അവളെ തലോടി. നീ ഇങ്ങനെ കരഞ്ഞാലെങ്ങനെയാ ദീപേ? പ്രകാശന് ഒന്നും വരില്ല, തിരിച്ചു വരും മോളെ. ദൈവം നമ്മളെ അങ്ങനെ അങ്ങ് ശിക്ഷിക്കോടി. തുളസി ദീപയുടെ കണ്ണീര് തുളച്ചുകൊണ്ട് അവളെ സമാധാനിപ്പിക്കാനായി പറഞ്ഞു. ദൈവത്തോടെന്ന പോലെ ഞാനൊരു കാര്യം പറഞ്ഞാൽ ചേച്ചി കേൾക്കുമോ? ദീപ വിങ്ങിപ്പൊട്ടി. എന്താ ദീപേ? തുളസി ആശ്ചര്യപ്പെട്ടു. എൻ്റെ പ്രകാശേട്ടനെ തൂക്കിക്കൊല്ലരുത്. എങ്ങനെയും പ്രകാശേട്ടൻ്റെ ജീവൻ രക്ഷിച്ചു തരണേ ചേച്ചി. ദീപ തുളസിയുടെ കാൽക്കലിരുന്നു. തുളസി സ്തബ്ധയായി നിന്നുപോയി. തന്നെക്കൊണ്ട് എന്ത് ചെയ്യാനാവും? അവൾ കണ്ടു. കണ്ണീരോടെ നിൽക്കുന്ന വല്യമ്മച്ചി. അമ്മ. അവരിത് തന്നെയാണ് പറയുന്നത്. എൻ്റെ ഈശ്വര, തനിക്കെന്ത് ചെയ്യാൻ പറ്റും? പണിസ്ഥലത്ത് ചെല്ലുമ്പോഴും തുളസി തന്നോട് തന്നെ ആ ചോദ്യം ചോദിക്കുകയായിരുന്നു. തനിക്കെന്ത് ചെയ്യാൻ പറ്റും? ശിവാനന്ദം പറഞ്ഞത് ദാസപ്പഞ്ചിറ്റപ്പനും പൊന്നപ്പനും ആ വിവരം അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. തുളസി ഇത്രയും നാളുകൊണ്ട് നഷ്ടപ്പെട്ടതും സങ്കടപ്പെട്ടതും കഷ്ടപ്പെട്ടതും അനുജിത്തിയുടെ വിവാഹത്തിന് വേണ്ടിയാണ്. അതപ്പാടെ തകർന്നതോർത്തപ്പോൾ ദാമോദരൻ ചിറ്റപ്പനും വിഷമമുണ്ടായി. പണിസ്ഥലത്ത് നിശബ്ദയായിരുന്ന തുളസിക്ക് ഉളിപ്പടിക്ക് മുകളിൽ കൊട്ടുപടിക്ക് മുട്ടി. അന്ന് ആദ്യമായി തുളസിക്ക് തൻ്റെ കൈകൾ വേദനിക്കുന്നതായും ശരീരം തളരുന്നതായിട്ടും തോന്നി. മനസ്സിൻ്റെ പാളിച്ചയാണ് കാരണം. കരഞ്ഞു പോകുമെന്നവൾ ഭയന്നു. സ്ഥാനം കണ്ട് കല്ലിട്ട സ്ഥലത്ത് സെറ്റൗട്ട് ചെയ്ത് വാനം മാന്തി വീടിൻ്റെ അടിത്തറ കെട്ടിക്കഴിഞ്ഞിരിക്കുന്നു. തറയുടെ പണി തുടങ്ങിക്കഴിഞ്ഞു. കൽപ്പണിക്കാരുണ്ട്. വക്കീൽ ജോർജ് ജോസഫ് സാറ് തറയുടെ പണി കാണാനും നിർദ്ദേശങ്ങൾ നൽകാനും വന്നു. അല്പം സിമൻറ്റ് ചാത്ത് തൂങ്ങിക്കിടക്കുന്ന കണ്ടതോടെ വക്കീലിന് നെഞ്ചുരുങ്ങി. മേസ്ത്രിയെ വിളിച്ച് അയാൾ ചൂണ്ടിക്കാട്ടി. എടോ, പണത്തിൻ്റെ വിലയൊന്നും തനിക്കറിയില്ല. താനീ കല്ലിനിട്ട് പണിയുന്നത്ര പാടുപെട്ട് നാവിട്ട് തുഴഞ്ഞ ഞാനിതുണ്ടാക്കുന്നത്. അത് മറക്കണ്ട. അത് കോരിയെടുത്തോളാം സാറേ,
വക്കീലിനെ പിശുക്കറിയാവുന്ന മേസ്ത്രി പറഞ്ഞു. വക്കീൽ പോയപ്പോൾ മേസ്ത്രി ഉറക്കെ പറഞ്ഞു, നാവിട്ട് തുഴഞ്ഞിട്ടാണ് പണം ഉണ്ടാക്കുന്നത്. അത് ശരിയാ, തൂക്കുകാരെന്നായാലും ആളെ രക്ഷപ്പെടുത്തും, പിന്നെ കാശ് കിട്ടാണ്ടിരിക്കുമോ, അതും കെട്ടുകണക്കിന്. തുളസിക്ക് അത് കേട്ടപ്പോൾ തലച്ചോറിനുള്ളിൽ ഒരു സൂര്യൻ ഉദിച്ച പ്രതീതി തോന്നി. എന്തുകൊണ്ടും തനിക്ക് ഇയാളെ തന്നെ ഓർമ്മ വന്നില്ല. പ്രകാശനെ രക്ഷിക്കാൻ ഈ വക്കീൽ വിചാരിച്ച കഴിയില്ലേ. തുളസി പെട്ടെന്ന് എഴുന്നേറ്റു. എല്ലാവരോടുമായിട്ട് കാര്യം പറഞ്ഞു. ശരിയാ തുളസി, ദാമോദരൻ ചിറ്റപ്പൻ പ്രോത്സാഹിപ്പിച്ചു. നിന്നോട് അയാൾക്ക് വലിയ കാര്യമാണ്. നിൻ്റെ കാര്യമൊക്കെ മിക്കപ്പോഴും പറയാറുണ്ട്. മിടിക്കാന്നും കുടുംബത്തോട് കൂറുണ്ടെന്നും പരിശ്രമിയാന്നൊക്കെ. നീ ഒന്ന് പറഞ്ഞു നോക്ക്, അയാളേറ്റ കാര്യം നടക്കും. കഷ്ടം, അയാളിവിടെ വന്നപ്പോൾ പറഞ്ഞാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ അയാളുടെ വീട്ടിൽ പോണ്ടേ? പൊന്നപ്പ പറഞ്ഞു. പോണം, ഒന്ന് പറഞ്ഞു നോക്കാം. രണ്ടുപേരും രക്ഷപ്പെടുന്ന കാര്യമില്ലേ? തുളസി ഉത്സാഹത്തോടെ പറഞ്ഞു. ശരിയാ, പ്രകാശൻ രക്ഷപ്പെട്ട ദിവ്യൻ രക്ഷപ്പെട്ടു, ശിവാനന്ദ് പറഞ്ഞു. തുളസി ഇറങ്ങിക്കഴിഞ്ഞു. രാജാ, ശിവാനന്ദ് പറഞ്ഞു. നീ ഇവിടെ ചെല്ല് തുളസിക്ക് കൂട്ടിന്. രാജൻ അപ്പോഴേ ഉള്ളി താഴെ വെച്ചു. പണിമുണ്ട് മാറ്റി നല്ല മുണ്ടും ഷർട്ടും ധരിച്ച് തുളസിക്കൊപ്പം ഇറങ്ങി. വക്കീൽ ജോർജ് ജോസഫിൻ്റെ വീട് പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചു. ഗേറ്റിങ്ങിൽ പേരുണ്ട്. ഡോക്ടർ LC ജോർജിൻ്റെ പേരും ഒപ്പമുണ്ട്. ഒരു കൊട്ടാരം തന്നെയാണ് വീട്. ഇത് പോരായിട്ടാണ് ഇതിലും വലിയൊരു കൊട്ടാരം പുതുതായിട്ട് നിർമ്മിക്കുന്നത്, അതും ദ്രുതഗതിയിൽ. പണം മിച്ചമുള്ളവർക്ക് എന്ത് ചെയ്യാൻ പാടില്ലാത്തത്? കയ്യിൽ വന്ന പണം തീരണ്ടേ? തുളസീൻ്റെ അതിനുള്ളിൽ കിടന്നു. പുറത്തെങ്ങും ആരെയും കാണാനില്ല. തുളസി കോളിംഗ് ബെൽ അടിച്ചു. ഒരുവൻ ഇറങ്ങി വന്നു. എന്തു വേണം? ഞങ്ങൾ പണിയുന്ന വീടിൻ്റെ സ്ഥലത്തുനിന്ന് വരിക, വക്കീൽ സാറിനെ കാണണം, തുളസി പറഞ്ഞു. ആരാന്ന് പറയണം? തുളസി. അയാളകത്ത് ചെന്നിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചെത്തി. തുളസി ചെല്ലാൻ പറഞ്ഞു. അയാളകത്തേക്ക് കൈ ചൂണ്ടി. വാ രാജ. തുളസി രാജനെ വിളിച്ച് സിറ്റൗട്ടിലേക്ക് കയറി. ഇയാളെ ചെല്ലാൻ പറഞ്ഞില്ല, തുളസി ചെല്ലാനാണ് പറഞ്ഞത്. അയാൾ കർക്കശമായിട്ട് നിന്നു. തുളസി ചേച്ചി ചെല്ല്, ഞാനിവിടെ നിൽക്കാം, രാജൻ പറഞ്ഞു. തുളസി അകത്തേക്ക് ചെന്നു. വക്കീലിൻ്റെ ഓഫീസ് മുറിയായിരുന്നു ആദ്യം കണ്ട മുറി. ഓ തുളസിയോ, എന്താ വേണ്ടത്? ആ ദാമു പറഞ്ഞു വിട്ടതാവും അല്ലേ? എന്താ കാര്യം? പണം വല്ലതുമാണോ? ഞാനവിടെ വന്നപ്പോൾ പറയായിരുന്നില്ലേ? ഒറ്റ ശാസ്ത്രത്തിൽ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ. പണത്തിന് വന്നതല്ല സാർ, തുളസി പറഞ്ഞു. പിന്നെ? വക്കീൽ അവിടെ നോക്കി. തുളസി പ്രകാശിനെക്കുറിച്ച് പറഞ്ഞു. അവൻ ദാസപ്പനെ കൊന്ന ചരിത്രവും പറഞ്ഞു. തൻ്റെ അനിയത്തി അവന് വേണ്ടി കാത്തിരിക്കുന്ന കാര്യം പറഞ്ഞു. രക്ഷിക്കണം സാറേ, അവനാണ് ആ കുടുംബം പോറ്റുന്നവൻ. കഷ്ടപ്പെട്ട് ചതിക്കപ്പെട്ടപ്പോൾ അറിയാതെ ചെയ്തു പോയതാ. അവരെ കൊലക്കയറിൽ തൂക്കിലിട്ടാലേ 2 കുടുംബം താർന്നു സാർ. തുളസി കൈകുപ്പി. വക്കീൽ തുളസിയെ തറപ്പിച്ചെന്ന് നോക്കി. അയാളുടെ മുഖത്തൊരു ചിരി വരുന്നു. കൊലക്കയറിൽ നിന്നും അവനെ ഞാൻ നിന്ന് ഊരിയെടുക്കാം, വക്കീൽ പറഞ്ഞു. സാറിനൊരു 100 പുണ്യം കിട്ടും സാർ. തുളസി കൂടുതൽ വിനയാന്യതയായിട്ട് കൈകൂപ്പി. പുണ്യം വേണ്ട, വക്കീൽ പറഞ്ഞു. ഫീസ് വേണം. ഫീസോ? യെസ്. അത് എത്രയാണ് സാർ? തുളസിയുടെ നാവ് വരളാൻ തുടങ്ങി. 50,000, വക്കീൽ പറഞ്ഞു. മുൻകൂർ കിട്ടണം. തുളസി കണ്ണു വീഴ്ചയോടെ നിന്നുപോയി. ആ നിൽപ്പ് ശ്രദ്ധിച്ചിട്ട് കൂടുതൽ തുറന്ന ചിരിയോടെ തുളസി അടിമുടി ഒന്ന് നോക്കിയിട്ട് വക്കീൽ പറഞ്ഞു. പണമില്ലെങ്കിൽ വേണ്ട, പകരം കിട്ടിയാലും മതി. പകരോ? എന്ത്? നിന്നെ കിട്ടണം. 1 ദിവസത്തേക്ക്, ഒറ്റ ദിവസത്തേക്ക്. എന്താ, സമ്മതമാണോ? തുറന്ന ചോദ്യം. തുളസി ഒറ്റ നിമിഷം കൊണ്ട് വിയർത്തു. അതും മുൻകൂർ. തുളസി കസേരയിൽ അള്ളിപ്പിടിച്ചിരുന്നു. അധ്യായം 19. വക്കീൽ ജോർജ് ജോസഫിൻ്റെ മിഴികൾ തുളസിയുടെ ശരീരത്തെ അടിമുടി ഒന്നുകൂടി ഒഴിഞ്ഞു. ഏതാണ്ട് അവളെ അപ്പാടെ എടുത്തങ്ങ് വിഴുങ്ങുന്ന മട്ടിൽ തന്നെ. തുളസി എഴുന്നേറ്റ് നിന്നു. അതോടെ വക്കീൽ തൻ്റെ വിഴുങ്ങൽ പ്രക്രിയ കൂടുതൽ ഭംഗിയെ തുടർന്നു. ആദ്യത്തെ വിയർക്കലും വിറയലും കഴിഞ്ഞപ്പോൾ തുളസി കസേരയിൽ നിന്നും പിടിവിട്ടു. തോളിൽ കിടന്നിരുന്ന ഷാള് അല്പം കൂടി ഒതുക്കത്തിൽ വിതർത്തിച്ച് മാറുമറച്ചിട്ടു. വക്കീൽ ഒരു തുറന്ന ചിരി സമ്മാനിച്ചു. എന്താ, സമ്മതമാണോ തുളസി? തുളസിക്കരികിലേക്ക് അല്പം അടുത്തു നിന്നുകൊണ്ടാണ് ചോദ്യം. അതും പതിയെ, കാതരമായ സ്വരത്തിൽ, ഒരു കാമുകൻ്റെ സ്വരം. തുളസി. അപ്പു അന്ന് രാത്രിയിൽ വിളിച്ചത് ഏതാണ്ട് ഇതുപോലെ തന്നെയായിരുന്നെന്ന് തുളസിക്ക് തോന്നി. പക്ഷേ അപ്പുവിൻ്റെ മനസ്സിൽ അർച്ചനയ്ക്ക് കൊതിക്കുന്ന ഒരു ദേവനുണ്ടായിരുന്നു. ഇയാളുടെ മനസ്സിൽ തൻ്റെ മാംസം കുത്തിപ്പറിക്കാൻ വെമ്പുന്ന ഒരു കാമക്കഴുകനും. തുളസിയൊന്നും പറഞ്ഞില്ലല്ലോ, വക്കീൽ വീണ്ടും ചോദിച്ചു. ഒരടി കൂടി മുമ്പോട്ട് വെച്ചു. തുളസിയുടെ കണ്ണുകളിൽ ഒരു ഭീതി നിഴലിട്ടു. തുളസി ഭയപ്പെടണ്ട, ഞാൻ തുളസിയെ കയറി പിടിക്കുകയോ ആക്രമിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അതെനിക്കിഷ്ടമല്ല. ബിസിനസ് ഈസ് ബിസിനസ്. എനിക്ക് ഫീസ് വേണം. അത് തുളസി സമ്മതിച്ചാൽ മാത്രം. പരിപൂർണമായ സമ്മതവും വിധേയത്വം ഉണ്ടെങ്കിൽ മാത്രം. തുളസി പറയുന്ന സ്ഥലത്ത്, പറയുന്ന സമയത്ത്. വക്കീൽ പുഞ്ചിരിച്ചു. തുളസിയുടെ കണ്ണുകളിലെ ഭീതി മാറി.
കാരണം വക്കീലിൻ്റെ സ്വരം തീർത്തും സൗമ്യമായിരുന്നു. അയാളെ തെറ്റു പറയാൻ വയ്യ. എല്ലാവരും തൊഴിൽ ചെയ്യുന്നത് പ്രതിഫലത്തിന് വേണ്ടിയാണ്. പണമായി കൊടുക്കുക അല്ലെങ്കിൽ പകരം താൻ, അത് ന്യായമാണ്, തെറ്റ് അല്ലത്. തുളസി വക്കീലിൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ 50,000 രൂപയ്ക്ക് പകരമാണ് ഞാൻ, അല്ലേ? യാ, അത് എൻ്റെ ഒരു ദിവസത്തിനിപ്പോൾ 50,000 രൂപ വരെയുണ്ടല്ലേ? 50,000മോ അതിലധികമോ വിലമതിക്കാം. വക്കീൽ ആ ചിരി മുഖത്തൊന്നും മായ്ച്ചില്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് തുളസിയെ. അന്ന് എന്നെ സംസാരിച്ച് തോൽപ്പിച്ചതല്ലേ? അന്ന് മുതൽ ഞാൻ തുളസിയെ ശ്രദ്ധിക്കുന്നുണ്ട്. ആണുങ്ങൾക്കൊപ്പം ഇരുന്ന് അവരെ പോലെ അധ്വാനിക്കുന്ന പെണ്ണ്, ഏതൊരാണിനും വിലമതിക്കാവുന്ന പെണ്ണ്, വക്കീൽ പറഞ്ഞു. ശരിയാണ്. അയാൾ തൻ്റെ വളപ്പിൽ വരുമ്പോഴൊക്കെ തുളസിയെ ശ്രദ്ധിക്കാറുണ്ട്. സ്നിഗ്ധസുന്ദരമായ ആ മുഖം, കടഞ്ഞെടുത്ത അവയവങ്ങൾ, അധ്വാനിച്ചുറച്ച ശരീരം ഒക്കെയാണ് അയാൾ കൂടുതൽ ശ്രദ്ധിച്ചതെന്ന് മാത്രം. 50,000 രൂപയോ ഞാനോ, രണ്ടിലേതെങ്കിലും മുൻകൂർ കിട്ടിയാൽ സാർ പ്രകാശിനെ കൊലക്കയറിൽ നിന്നിറക്കും, അല്ലേ? ഷ്യൂർ. ഞാനൊരു വാക്ക് പറഞ്ഞ് കേസ് ഏറ്റെടുത്താൽ ഏറ്റതാണ്. അത് മുൻകൂർ ഫീസ് വാങ്ങിച്ചിട്ടുണ്ടാവണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഉവ്വ് സർ, സാറിൻ്റെ നിബന്ധനകൾ തെറ്റിക്കണ്ട. സാറ് പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം. എന്ന് വെച്ചാൽ എങ്ങനെയാ? വക്കീൽ ഉദ്യോഗത്തോടെ അവളെ നോക്കി. ഞാൻ പറയാം, ഫീസ് തന്നിട്ട് വക്കീൽ ഒപ്പിട്ടാൽ മതി സാറേ, തുളസി പറഞ്ഞു. റൈറ്റ്, വക്കീൽ സമ്മതിച്ചു. ഒന്നും സംഭവിക്കാത്ത മട്ടിൽ തുളസി തിരികെ പോന്നു. പുറത്ത് രാജൻ അപ്പോഴും ഉണ്ട്. അവനെ കണ്ടപ്പോഴും ശ്വാസം നേരെ വീണത്. അയാൾക്ക് മുന്നിൽ കൃത്രിമ ഗൗരവമായി ശ്വാസം തള്ളലോടെ പിടിച്ചു നിൽക്കുകയായിരുന്നു ഇതുവരെ. എന്തു പറഞ്ഞു ചേച്ചി? രാജനും ഉദ്യോഗത്തോടെ നിൽക്കുകയായിരുന്നു. നോക്കാമെന്ന് പറഞ്ഞു. അയാൾ ഏറ്റില്ലല്ലേ? പാവപ്പെട്ടവൻ്റെ കേസ് ഏറ്റെടുക്കാൻ ഒരാൾക്ക് അത്ര താല്പര്യം ഉണ്ടാവില്ല രാജ. നമ്മളയാൾക്ക് വെറും പാവപ്പെട്ടവൻ മാത്രമാണ് ചേച്ചി, രാജൻ ചോദിച്ചു. ഏതാണ്ട് 1 വർഷത്തോളമായില്ലേ നമ്മൾ അയാൾക്ക് വേണ്ടി പണിയുന്നു. അതിന് നമ്മൾക്ക് അയാളോട് കടപ്പാട് വേണ്ട രാജ. അയാൾ ഇത്രയും വലിയ വീട് വെക്കാതിരുന്നെങ്കിൽ നമ്മൾക്ക് മുടങ്ങാതെ പണി കിട്ടുമായിരുന്നോ? ഇവിടെ ഇങ്ങനെ ഒരു പണി കിട്ടിയില്ലായിരുന്നെങ്കിൽ നമ്മുടെ വീടുകൾ എങ്ങനെ പുലരുമായിരുന്നു? അത് ശരിയാണ്, എന്നും ഉണ്ടായിരുന്നു ഇവിടെ പണി. രാജനും ശിവാനന്ദനും പോലും അത്യാവശ്യം വന്നപ്പോഴേ മെനക്കെട്ടിട്ടുള്ളൂ. തുളസി ദിവസവും പോകുമെന്നതിനാൽ മടി പിടിച്ച് വീട്ടിലിരുന്ന് സമയം വെറുതെ കളയാൻ രാജൻ ശ്രമിക്കുമ്പോൾ മോഹിനി വഴക്കുണ്ടാക്കും. നീ ആ തുളസിയെ കണ്ടുപിടിക്കണമെന്ന് പറയും. രാജനൊടുവിലൊരു ശല്യമായിരുന്നു. എങ്കിലും ആ ശല്യം രാജൻ്റെ മടി മാറ്റിയിരുന്നു. അവനിപ്പോൾ ദിവസവും ഷാപ്പിൽ വരുന്നുണ്ട്, പണിയുന്നുമുണ്ട്. ശിവാനന്ദൻ്റെയും രാജൻ്റെയും പതിവായിട്ടുള്ള ഷാപ്പിൽ കയറ്റവും ഹോട്ടലിൽ കയറ്റവും തുളസി ഇടപെട്ട് നിർത്തിച്ചു. വൈകുന്നേരം കവലയിൽ ഒരുമിച്ചെത്തുമ്പോൾ സ്നേഹവും നിർബന്ധവും കലർത്തി അവൾ അവരെ തൻ്റെ ഒപ്പം നയിച്ചു വീട്ടിലേക്ക്. ആദ്യമൊക്കെ ശിവാനന്ദൻ ദേഷ്യപ്പെട്ടു, പിന്നെ തുളസിയെ ശകാരിച്ചു. തുളസി പിന്മാറിയില്ല. മോഹിനി കൂടി തുളസിക്ക് പിന്തുണായതോടെ അവൾക്ക് ധൈര്യമായി. ഇപ്പോൾ കുറച്ച് നാളായി രണ്ടുപേരുടെയും തച്ചുകാശ് മോഹിനിയുടെ കയ്യിലെത്തുന്നു. അതുകൊണ്ട് ചിലവുകൾ കഴിഞ്ഞ് കുറച്ച് പണം മിച്ചം വയ്ക്കാൻ മോഹിനിക്ക് കഴിഞ്ഞു. മൂത്ത മകൾക്കായിട്ട് ഒരു വിവാഹം നിശ്ചയിച്ചിരുന്നു. അതൊക്കെ ശരി തന്നെ, രാജൻ സമ്മതിച്ചു. എന്നാലും നമ്മൾ വയ്ക്കുന്ന പുരയ്ക്കുള്ളിലല്ലേ അയാൾ താമസിക്കേണ്ടത്? ആ നന്ദിയെങ്കിലും കാണിക്കണ്ടേ? പണി തീരുവാനും ആശാരി ആവശ്യമുള്ളൂ. രാജ പണിയുന്നതിനുള്ള പണം തരുന്നുണ്ട്. പുര വസ്തുബലിയുടെ അന്ന് ഒരു മുണ്ടും ദക്ഷിണ തരുമ്പോൾ ബന്ധങ്ങളും കടപ്പാടും മുറിയുന്നു. പിന്നെ ആശാരിയും ഉടമയുമായി ബന്ധങ്ങളൊന്നുമില്ല. തുളസിയുടെ പോളിസി രാജനത്ര ദഹിച്ചില്ല. പണിസ്ഥലത്ത് തിരിച്ചെത്തിയപ്പോൾ തുളസി എല്ലാവരോടായിട്ട് പറഞ്ഞു, കൊലക്കയർ കഴുത്തിൽ നിന്ന് ഒരുത്തരും 50,000 രൂപ മുൻകൂർ നൽകണം. പാരം കൊടുക്കേണ്ട ഫീസിനെക്കുറിച്ച് തുളസി മിണ്ടിയതുമില്ല. എന്നിട്ടും എല്ലാവരും കണ്ണു നനച്ചു. 50,000 രൂപയോ? ദുഷ്ടൻ! അയാൾക്ക് വേണ്ടി വർഷം ഒന്നായി ഇവിടെ കിടന്ന് മടയ്ക്കുന്നു. എന്നിട്ടും നന്ദി അയാൾ കാണിച്ചില്ല. നന്ദിക്ക് വേണ്ടിയല്ലല്ലോ ചിറ്റപ്പോൾ നമ്മൾ പണിയുന്നത്, പണത്തിന് വേണ്ടിയല്ലേ? തുളസി ശാന്തമായിട്ട് പറഞ്ഞു. അയാൾ പണിയുന്നത് പണത്തിന് വേണ്ടിയാണ്, അതേ പറഞ്ഞുള്ളൂ. പക്ഷെ 50,000 അത് നീ എങ്ങനെ ഉണ്ടാക്കും തുളസി? ആരുടെ കയ്യിലുണ്ട്? ആരുണ്ട് സഹായിക്കാൻ? ഒന്നിനും തുളസിക്ക് മറുപടിയില്ല. അവളുടെ മുഖം കുനിഞ്ഞുപോയി, കണ്ണുകൾ തുളുമ്പിപ്പോയി. ദൈവത്തിനോടെന്നോണം ഞാൻ പറയുക ചേച്ചി, പ്രകാശേട്ടനെ രക്ഷിക്കണം. ദീപയുടെ അപേക്ഷസ്വരം. അഴികൾക്കപ്പുറത്തു നിന്നും പ്രകാശൻ്റെ യാചനാനിർഭരമായ നോട്ടം. സരസ്വപ്പച്ചിയുടെ നെഞ്ചത്തടിയും നിലവിളിയും കണ്ണീരും. തുളസിക്ക് നെഞ്ചുമുട്ടുന്ന സങ്കടം തോന്നി. എല്ലാറ്റിനിപ്പോൾ ഏക പോംവഴി തൻ്റെ ഈ ശരീരം മാത്രമാണോ? വീട്ടിൽ ചെന്ന് തുളസി വക്കീലിനെ കണ്ട കാര്യം വിശദീകരിച്ചു. 50,000 രൂപയുടെ കാര്യം പറഞ്ഞു. തൻ്റെ ശരീരം ഫീസായി ചോദിച്ച കാര്യം അവൾ അവിടെയും മറച്ചു വെച്ചു.
എല്ലാ മുഖങ്ങളിലെയും അമ്പരപ്പ് തുളസി കണ്ടു. എൻ്റെ ഈശ്വരന്മാരെ, 50,000 രൂപ എങ്ങനെ ഉണ്ടാക്കാനാണ്? ഭാർഗവിയിൽ ലഭിച്ച് തളർന്ന് വരാന്തയിലേക്ക് ഇരുന്ന് പോയി. ദീപ പൊട്ടിക്കരഞ്ഞു. അമ്മാളു തളർച്ച തന്നെയായിരുന്നു. പ്രകാശേട്ടന് ഇതിനെ ഈ ആവശ്യമില്ലാതെ പണിക്ക് പോയത്. ഷാജി അപ്പുറത്തിരുന്ന് ദേഷ്യപ്പെട്ടു. എടാ, അധ്വാനിക്കുന്നവന് അതിൻ്റെ ദണ്ഡം മനസ്സിലാവും, തുളസി പറഞ്ഞു. തടയുമേ ചവിട്ടി പിടിച്ചപടി ഇരുന്ന് പണിയുന്നവനെ അതിൻ്റെ വിലയറിയും. വൈകുന്നേരം കൈനീട്ടി വാങ്ങുന്ന പണത്തിന് ഒരുവൻ്റെ ജീവിതത്തിൻ്റെ ഒരു ദിവസത്തിൻ്റെ വിലയുണ്ട്. പ്രകാശം 10 മാസം രാവും പകലും അവിടെ കിടന്ന് കഷ്ടപ്പെട്ടത് വെറുതെയല്ല, പണത്തിന് വേണ്ടിയാണ്. അതില്ലാതെ ആകുമ്പോൾ തെറ്റുന്നത് പല പ്രതീക്ഷകളാണ്, കണക്കുകൂട്ടലുകളാണ്. അപ്പോൾ കൊല്ലുകയാണ് വേണ്ടത്. മേലിലൊരാശാരിയും ഇങ്ങനെ വയറ്റിപ്പിഴപ്പുകാരെ ചതിക്കരുത്. ഇതൊരു പാഠമാകണം. തുളസിയുടെ മുഖത്തൊരു തീരുമാനത്തിൻ്റെ ദൃഢതയുണ്ടായിരുന്നു. ചേച്ചി, ദീപ തുളസിക്കരികിൽ വന്നു. അവളുടെ കഴുത്തിലും കാതിലും കിടന്നിരുന്ന ആഭരണങ്ങൾ ഒരു കയ്യിൽ വെച്ചിരുന്നു. അച്ഛനുണ്ടാക്കി തന്നത് ഇത് പണയത്തിലായിരുന്നു ചേച്ചി. ചേച്ചി അതെടുത്തു തന്നു. ഇതേ ഉള്ളൂ ചേച്ചി എൻ്റെ കയ്യിലാകെ, മറ്റൊന്നും തരാനില്ല. ഇത് വിട്ടാൽ ഒന്നിനും തികയില്ലെന്നും എന്നാലും ബാക്കി പറയാൻ ദീപയ്ക്ക് കഴിഞ്ഞില്ല. അവൾ പൊട്ടിക്കരയുകയാണ്. അവളെ ചേർത്ത് പിടിച്ച് തലോടുമ്പോൾ തുളസിക്ക് തോന്നി അവൾ തീരെ പൊടിക്കുഞ്ഞാണെന്ന്, താൻ ഒരുപാട് മുതിർന്ന രക്ഷിതാവാണെന്ന്. നിറഞ്ഞു വന്ന കണ്ണുകൾ തുളസി തുടച്ചു. താൻ കരയാൻ പാടില്ല. താൻ കരഞ്ഞ ദീപയെ എങ്ങനെ സമാധാനിപ്പിക്കും? വല്യമ്മച്ചിയും അമ്മയൊക്കെ തൻ്റെ മുഖത്തേക്ക് നോക്കുന്നു. താൻ എന്തെങ്കിലും ചെയ്യൂ എന്ന അപേക്ഷയാണോ, അതോ തനിക്കെന്തെങ്കിലും കഴിയൂ എന്ന പ്രതീക്ഷയാണോ? തനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതിതാണ്. വക്കീൽ ആവശ്യപ്പെട്ട ഫീസ് കൊടുക്കുക, ബാക്കി അയാൾ ചെയ്തോളൂ. ഫീസ് ഏതാകണം? 50,000 രൂപയോ അതോ പകരം ഒരു പിടിയായിത്താനോ? തുളസിക്ക് തല പുകഞ്ഞു. വേഷം മാറി ഇറങ്ങി നേരെ സരസ്വപ്പച്ചിയുടെ അടുത്തേക്ക്. അവൾ ചെല്ലുമ്പോൾ സരസ്വപ്പച്ചി ഒരു വടി കൊണ്ട് പ്രസാദിനെ പുറത്തിട്ട് ഓടിച്ചിട്ടടിക്കുകയാണ്. തുളസി അമ്പരന്ന് നോക്കി. 20 വയസ്സായി പ്രസാദിന്. എന്നിട്ടും സരസ്വപ്പച്ചി തലന്നു. എന്താ പച്ചി ഇത്? തുളസി ഇടപെട്ടതോടെ പ്രസാദ് ഇറങ്ങി ഓടി. നീ ഓടണ്ട, രക്ഷപ്പെട്ടെന്ന് കരുതിക്കുകയും വേണ്ട. വേഗം ഉളിയും സഞ്ചി എടുത്തുകൊണ്ട് പോയിക്കോ. പണി തേച്ച് കാശ് കൊണ്ടുവന്നില്ലെങ്കിൽ പച്ചവെള്ളം നിനക്ക് ഈ വീട്ടിൽ നിന്നും കിട്ടത്തില്ല, ഞാനാ പറയുന്നത്. സരസ്വപ്പച്ചി തുളസിയെ ചൂണ്ടി. കണ്ടോ, ഒരു മുഴുത്തച്ഛൻ വാങ്ങിച്ച് കുടുംബം പുലർത്തുന്ന പെണ്ണായത്. കണ്ടു പഠിച്ചോ. ഓ, ഈ തുളസി ചേച്ചി കാരണം ഞങ്ങൾക്കും സൗകര്യമില്ല. അല്ലപ്പൊരു കൊടുത്തു. വേണം നിനക്ക്. സരസ്വപ്പച്ചി ഇളയ മകൻ്റെ നേർക്ക് വടി വാങ്ങി. തുളസി എങ്ങനെ തല്ലാണ്ടിരിക്കുന്നത്? അച്ഛൻ ഷാപ്പിലാണ്, അറിയാലോ. അയാളുടെ വെച്ച് പൊറുതിയാണ്. പിന്നെ ഈ കുടുംബം നോക്കിയിരുന്നത് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. അവൻ ഹൈദരാബാദിൽ പോയപ്പോൾ തൊട്ട് ഞാനീ പ്രസാദിനോട് പറയാം, വല്ല പണിക്കും പോയി കാശ് കൊണ്ടുവരാൻ. അല്ലാണ്ട് അടുപ്പ് പോകുകയോ തെങ്ങുമേ കയറി തേങ്ങയിടും, ചുമയ്ക്കും, കിളയ്ക്കും. എന്നാലും പണിക്ക് പോകുമല്ലോ അവൻ. സരസ് പറഞ്ഞു. പണിയാൻ പോയാൽ പണിയുന്നവനൊരു വിലയുണ്ട് ഇല്ലേ തുളസി? വീട്ടിലിരിക്കുന്നവനോ? അവൻ ആരാ വില വയ്ക്കുന്നത്? അധ്വാനിച്ച് നന്നായിട്ട് ജീവിക്കുന്നവന് മാത്രമേ ഇനി നാട്ടിൽ വിലയുള്ളൂ, അല്ലേ തുളസി? ശരിയാണ്. വാസോടം മരിച്ചതോടുകൂടി പട്ടിണിയും പരിവട്ടമായിട്ട് കഴിഞ്ഞു വരുന്നെങ്കിൽ നിനക്കും നിൻ്റെ വീട്ടിലുള്ളവർക്കും പുല്ല് വിലയുണ്ടാവുമായിരുന്നുള്ളൂടെ. സരസു ആവേശത്തോടെ പറഞ്ഞു. നീ പണിക്ക് പോകണതിനെ പലതും പറയുന്നുണ്ട്. അസൂയ പിടിച്ചു പോകാം. അതൊന്നും നീ കാര്യമാക്കണ്ട തുളസി. നിനക്കിന്നൊരു വിലയുണ്ട്. അധ്വാനിക്കാൻ മനസ്സുള്ളവനെ ദൈവം പോലെ തുണയ്ക്കൂ തുളസി. മടി പിടിച്ചിരിക്കുന്നവനെ ദൈവം തള്ളിക്കളയും. അതിനാ ഞാൻ അവനെ തല്ലി. പോട്ടെ, എവിടെയെങ്കിലും പോയി തൊലയട്ടെ. ജീവിക്കാൻ പഠിക്കാത്ത മക്കളെന്തിനാ എനിക്ക്? എൻ്റെ പ്രകാശൻ പണി പഠിക്കണതിലും പണിക്കാരനാകണതിനും എന്താ ആശയായിരുന്നതിന്? അതിൻ്റെ തലയിലെടുത്ത് ഇങ്ങനെയായില്ല എൻ്റെ ഈശ്വര. അതിനെ രക്ഷിക്കാൻ ആരും ഇല്ലാണ്ടായിപ്പോയല്ലോ. എൻ്റെ വാസോട്ടനുണ്ടായിരുന്നെങ്കിൽ. സരസ് മുകളിലേക്ക് നോക്കി നെഞ്ചിൽ കൈവച്ചു. അത് പറയാനാ പറ്റി ഞാൻ വന്നത്, തുളസി പറഞ്ഞു. ഞാൻ വക്കീലിനെ കണ്ട വിവരങ്ങൾ അത്രയും പറഞ്ഞു. 50,000 കൊടുത്ത ആ വക്കീലിൻ്റെ കുഞ്ഞിനെ രക്ഷിക്കുമോ മോളെ? സരസു ആവേശവരുതായി. കൊലക്കയറുന്ന് കഴുത്തിൽ നിന്ന് ഉരിമറ്റു. അയാളുടെ വീട്ടിൽ ചെന്ന് കരുതിക്കുട്ടി കൊന്നുവന്നല്ല കേസ്. ഇത്തിരി പാടാന്നാണ് വക്കീൽ പറഞ്ഞത്. എന്നാലും അയാളത് ചെയ്യും. പക്ഷേ കുറേ നാളെങ്കിലും ജയിലിൽ കിടക്കേണ്ടി വരും. അത് നീക്കണമെങ്കിൽ പണം വേറെ കൊടുക്കണം. ജയിലിൽ കിടന്നോട്ടെ തുളസി, എത്ര കാലം വേണമെങ്കിലും. എൻ്റെ കുഞ്ഞ് ജീവനോടെ ഇരുന്നാൽ മതി. ഈ കുടുംബം നന്നാക്കാൻ പോയതാണ് എൻ്റെ കുഞ്ഞ്. രാവും പകലും കഷ്ടപ്പെടാൻ തയ്യാറായിട്ട്. എന്നിട്ട് ഈ ഗതി വരുത്തിയല്ല എൻ്റെ ദൈവമേ. ഒരു തന്ത ഉള്ളതുപോലും അതിനൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല. എന്തിനാ ഇങ്ങനത്തെ തന്ത മക്കൾക്ക്? ചന്ദ്രമാവൻ്റെ കാര്യം ഇനി പറഞ്ഞിട്ടെന്താ അപ്പച്ചി? അത് വിട്, നടക്കാനുള്ള കാര്യം പറയും. ഞാൻ എന്തുവാ തുളസി പറയണ്ടേ? ഈ 4 സെൻറ്റ് സ്ഥലം ഒറ്റ പരമുറയുണ്ട് ആകെ സ്വത്തേറ്റ്. ഇത് വിറ്റാലേ 20,000 രൂപ പോലും കിട്ടത്തില്ല.
ഇവിടുത്തെ സ്ഥലത്തിൻ്റെ വില നിനക്ക് അറിയാലോ. എന്നാലും വിൽക്കാം. അതല്ലാതെ ഞാൻ എന്താടി പറയുക? ഇത് വിറ്റത് കൊണ്ടൊന്നും ആവില്ല അപ്പച്ചി. പിന്നെ ഞാൻ എന്താ തുളസി ചെയ്യുന്നത്? തുളസി അപ്പച്ചി ഒന്ന് നോക്കി. ദീപയ്ക്ക് വേണ്ടി വിവാഹാലോചിച്ച് വന്നപ്പോൾ അപ്പച്ചി ബലം പിടിച്ചു നിന്നതും തുളസി ഓർത്തു. വെറുതെക്കാരുമായിട്ട് സംസാരിക്കുന്ന അത്ര ബലത്തിലായിരുന്നു നിൽപ്പ്. ആ ഒരു തന്ത്രം ഇവിടെ എടുത്താലോ? ഈ സ്ഥലം വിൽക്കണ്ട, ദീപയുടെ പേരിൽ എഴുതി തരണം, തുളസി പറഞ്ഞു. ആ അതെന്തിനാടി? സരസ് നടുങ്ങി. കാര്യമുണ്ട്. പ്രകാശനെ ഞാൻ രക്ഷിക്കാം, കൊലക്കയർ ഊരിത്തരാം. പക്ഷേ ഇത് വേണം പാരം. എന്തു പറയുന്നു? അതിപ്പോൾ അതയാനോട് ചോദിക്കണം. അതയാൻ്റെ പേരിലല്ലേ? ചോദിച്ചിട്ട് മതി. ഇന്നല്ലെങ്കിൽ ഇന്ന്, നാളെയെങ്കിൽ നാളെ. ആധാരം ദീപയുടെ പേരിലാക്കി തരണം. ബാക്കി ഞാൻ ഏറ്റു. നീ എങ്ങനെ ചെയ്യുന്നടി? അതൊന്നും അപ്പച്ചി അറിയണ്ട, എനിക്ക് വിട്ടു തന്നേക്ക്. അങ്ങനെ ദൃഢമായി പറഞ്ഞു ഊറിയ ചിരിയോടെ തുളസി അവിടെ നിന്ന് മടങ്ങി. പിറ്റേ ദിവസം വൈകുന്നേരം സരസ് വടക്കേടത്തെത്തി. തുളസി പണി കഴിഞ്ഞ് വരുമ്പോൾ സരസ് ഒപ്പച്ച അവിടെ ഉണ്ടായിരുന്നു. ഒരാധാരം തുളസി ഏൽപ്പിച്ചു. കിടപ്പാടാ, 3 പിള്ളേർക്കും ഒരുപോലെ അവകാശമുള്ളതാ. എന്നാലും ഒന്നിൻ്റെ ജീവൻ രക്ഷപ്പെടുന്ന കാര്യമല്ലേ? അതെന്നെക്കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചു. ദേണ്ടേ, ദീപയുടെ പേരിൽ തന്നെ. ദീപ എൻ്റെ പ്രകാശനുള്ളതാണല്ലോ. ഇതാ ആധാരം. തുളസി മന്ദഹാസത്തോടെ അത് വാങ്ങിച്ചു. ഇത്രയ്ക്ക് വേണ്ടായിരുന്നു ചേച്ചി, ദീപ പറഞ്ഞു. ഇതവരുടെ കിടക്കാടമല്ലേ? ഇത് നമുക്കെന്തിനാ? കിടക്കാടമാണ്. ഇതെഴുതി വാങ്ങി എന്ന് കരുതി നമ്മളവരെ ഇറക്കി വിടാൻ പോണോ? പക്ഷേ ഒരു പിടിവള്ളി നമ്മുടെ കയ്യിലും വേണം. പുര കത്തുമ്പോഴാണ് ഈ വാഴ വെട്ടുന്നത്. എൻ്റെ അനുഭവം അതാണ്. രക്തബന്ധം പോലും പണം നോക്കിയാണ് സ്നേഹം പങ്കുവയ്ക്കുന്നത്. നമ്മുടെ അച്ഛൻ മരിച്ചപ്പോൾ നീ അത് കണ്ടതല്ലേ? ഈ സരസ്വപ്പച്ചി അന്ന് എങ്ങനെയാണ് നമ്മളോട് പെരുമാറിയത്? പ്രകാശനെ പോലും ഇവിടെ നിന്നും കൊണ്ടുപോയി ഒളിപ്പിച്ചില്ലേ? തുളസിയുടെ വാക്കുകൾ ദൃഢമായി. ഇടപെടരുതാത്തതാണ്. പക്ഷേ പ്രകാശനെ ഓർത്തും നിന്നെ ഓർത്തുമാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. ചേച്ചി ഒരുപാട് മാറിപ്പോയി, ദീപ കുറ്റപ്പെടുത്തി. മാറിപ്പോയി. ജീവിതം എന്നെ പലതും പഠിപ്പിക്കുന്നുണ്ട്. ഇത് അനുഭവത്തിൽ നിന്നും പഠിച്ചേ തീരൂ, തുളസി പറഞ്ഞു. പിറ്റേ ദിവസം തുളസി വക്കീൽ ജോർജ് ജോസഫിൻ്റെ വീട്ടിലേക്ക് ചെന്നു. ഓഫീസ് മുറിയിലെത്തി നിന്നു. അദ്ദേഹത്തെ നോക്കി അവളൊന്ന് പുഞ്ചിരിച്ചു. കയ്യിൽ കരുതിയിരുന്ന പൊതി അയാൾ അദ്ദേഹത്തിന് മുമ്പിൽ തുറന്നു വെച്ചു. ഇതാ സാർ ആവശ്യപ്പെട്ട 50,000 രൂപ. വക്കാലത്ത് കേസ് എടുക്കണം സാർ. മുമ്പിലിരിക്കുന്ന നോട്ട് കെട്ടുകൾ. അഡ്വക്കേറ്റ് ജോർജ് ജോസഫ് വിളറിപ്പോയി. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത അധ്യായമായിട്ട് നാളെ നമ്മൾ വീണ്ടും കാണുന്നു. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. വീണ്ടും നാളെ കാണാം.